ആയിരം എല്ലാമെല്ലാമായ സർവദേവതാ അതീത സ്വരൂപനായ സർവമതധർമ്മ സ്വരൂപനായ പ്രേമാവതാരമായ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ സർവ്വം സമർപ്പിക്കുന്നു. ഇന്ന് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു യജ്ഞ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ഉദ്ദേശം. പ്രേമസ്വരൂപനായ ഭഗവാന്റെ 100ാം ജന്മജയന്തി ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഈ വേളയിൽ ജനസമൂഹ നന്മയ്ക്കായി 100 കുടുംബങ്ങളെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യ പരിപാലനം എന്ന യജ്ഞമാണ് നമ്മൾ ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായിട്ടാണ്, ഫസ്റ്റ് ഫേസ് ആയിട്ടാണ് ഈ 100 കുടുംബങ്ങളിൽപ്പെട്ട എത്ര പേർക്ക് ഡയബറ്റിക്, പ്രഷർ, പിന്നെ ട്യൂബർക്കുലോസിസ് ഇന്ന് പടർന്നു വരുന്നു, ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾ വരാതിരിക്കാൻ, വന്നവരെ അത് തടഞ്ഞു നിർത്തി അവരതിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടികളും മാർഗനിർദ്ദേശവും കൂടെ ചേർന്നിട്ടാണ്. ഇതിനൊപ്പം നമ്മുടെ സംഘടനയിലെ ആരോഗ്യ പ്രവർത്തകരും ഗവൺമെൻറ്റിൻ്റെ ആശാപ്രവർത്തകരെയും സാമൂഹ്യക്ഷേമ വകുപ്പിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, ഈവൻ മീഡിയാസിനെ, മാധ്യമങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതിപരിപാവനമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഹസതോ മാ സകമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും എന്നെ നിയോഗിച്ച ശ്രീ സായി സ്വാമിക്ക് എൻ്റെ വിനീത നമസ്കാരം. ഓരോ ദിവസവും പത്രവാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് തിന്മയുടെ വാർത്തകളാണ്. അതിൻ്റെ ഇടയിൽ നന്മയുടെ തുരുത്തുകളായിട്ട് ഇതുപോലെ ചുരുക്കം ചില സംഘടനകൾ സത്പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എത്രയോ നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ പറഞ്ഞതുപോലെ കഷ്ടപ്പെടുന്നവരുടെ സഹായത്തിനായി ഭഗവാന്റെ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുറച്ച് വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ശ്രീ സുകുമാരൻ തമ്പി ഇക്കാര്യത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നിരന്തരം സേവനം ചെയ്യുന്നു. മാനുഷസേവ മാധവസേവ എന്നും ഹർട്ട് നൺ ഹെൽപ്പ് എവരി വൺ എന്നും എത്രയോ നല്ല വാക്യങ്ങൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ചൊക്കെ ജീവിച്ചു പോകുന്നവർക്ക് എന്നും ശാന്തിയും സമാധാനവും. ഇതായിരിക്കുന്ന 83-കാരിയായ സഹോദരി, മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, സമ്പത്തൊന്നും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ അതല്ലല്ലോ പ്രധാനം. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിൽ നന്മ നിറച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവത് പാദം പോകാൻ സാധ്യതയുണ്ട്. അതിലേക്കായിട്ട് നമ്മളെല്ലാം ശ്രമിക്കാം. വെറുതെ വാക്കുകൾ പറഞ്ഞതുകൊണ്ടായില്ല. സഹാനുഭൂതി, അതുപോലെയുള്ള അനുതാപം, അനുകമ്പ, ഇതെല്ലാം പ്രവൃത്തിയിൽ കാണിക്കണം. അതിനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കഷ്ടപ്പെടുന്ന വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായി അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള സൗജന്യ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ പണമുള്ളവർക്ക് ഏത് ആശുപത്രിയിലും പോകാം. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ ഒന്നും പുറത്തു പോലും പറയില്ല, സ്വയം സഹിക്കും. തീരെ നിവൃത്തിയില്ലാതാവുമ്പോൾ ആരെങ്കിലും ആശുപത്രി കൊണ്ടെത്തിച്ചാലേ പോവുള്ളൂ. അതേ സമയത്ത് നേരത്തെ തന്നെ പരിശോധിച്ച് ഇന്ന കുഴപ്പങ്ങളുണ്ട്, അതിന് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ മരുന്നും കൂടെ തരികയാണെങ്കിൽ നമുക്ക് എത്രയോ ആശ്വാസകരമാകും.
അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ സംഘടന നടത്തുന്നത്. എൻ്റെ സ്വന്തം സ്ഥലത്ത് എത്രയോ മാസങ്ങളായി എല്ലാ മാസവും ഈ പരിപാടി നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്കെല്ലാം പത്രവാർത്തയിൽ നിന്നെല്ലാം അറിയാൻ പറ്റുമല്ലോ, പല രോഗങ്ങളും ക്യാൻസർ ഉൾപ്പെടെ ശരിയായ സമയത്ത് കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് അവയവങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പിൻ്റെ പ്രാധാന്യം അതാണ്. യഥാസമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ വന്ന് നമ്മുടെ രക്തപരിശോധനയും അതുപോലെ ഓരോ ഭാഗങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച കുറവുള്ളവർക്ക് അതിനെ സംബന്ധിച്ചുള്ള പരിശോധന, അതിന് പരിഹാരമായിട്ടുള്ള കണ്ണട, ഇതുപോലുള്ള എത്രയോ സേവനങ്ങൾ ഈ സംഘടന സായി സമിതി നടത്തുന്നു. അതിനവരെ അഭിനന്ദിക്കണം. അവരുടെ പ്രവർത്തനത്തിന് റെസിഡൻസ് അസോസിയേഷനുകൾ സഹായവുമായി തീർച്ചയായിട്ടും കൂടെ ഉണ്ടാകണം. കൂടാതെ നമ്മൾ മനസ്സിൽ സായി ഭഗവാനോട് നമ്മുടെ നന്ദി അറിയിക്കുക കൂടി ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതം സുഖകരമായി മാറും. ബുദ്ധിമുട്ടില്ലാത്ത ആരും കാണുകയില്ല. പക്ഷേ അവരെ സഹായിക്കാനായിട്ട് ഇത്തരം സംഘടനകളുണ്ടെങ്കിൽ അത് തീരെ കുറയ്ക്കാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ക്യാമ്പ്, ഇന്നത്തെ ക്യാമ്പ് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന എല്ലാ മാസവും ഉണ്ടാകാനിരിക്കുന്ന ക്യാമ്പുകളുടെ എല്ലാം ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. സായിറാം. ബഹുമാനപ്പെട്ട എം.ആർ. ഹരിഹരൻ സാർ ജസ്റ്റിസ് അവർക്ക്, ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട സതീഷ്, പിന്നെ ഇവിടെ പങ്കെടുക്കാമെന്നേറ്റുന്ന സുശീൽ നായർ, ഇവിടുത്തെ ഏറ്റവും വലിയ ജനകീയനായ ഒരു ജനപ്രതിനിധി വാർഡ് കൗൺസിലർ രാജേന്ദ്ര സാർ, അവർക്കായിട്ട് നമുക്ക് സയൻസ് സംഘടനയ്ക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട്, ഭഗവാന്റെ പാതാരബന്ധങ്ങളെ സ്പർശിച്ച് നമസ്കരിച്ചുകൊണ്ട്, നിങ്ങളേവരെയും നമസ്കരിച്ചുകൊണ്ട്, സത്യസായി ബാബ, ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ വന്നതല്ല, എല്ലാം സംസാരത്തിനേക്കാൾ പ്രവൃത്തിക്കാണ് പ്രാധാന്യം എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ തിരിച്ചാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ രോഗം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ സംസാരം, അൺനെസസറി ടോക്ക്, ചുമ്മാ സംസാരിക്കുക. അപ്പം സംസാരിക്കാതെ പേശാതിരുന്നും പഴകും എന്നുള്ള വേദാന്ത തത്വമുണ്ട്. പേശാതിരുന്നും പഴകും എന്നുള്ള വേദാന്ത തത്വം. അപ്പം പ്രവൃത്തിയാണ് സത്യസായി സേവാ സംഘടനയുടെ ഏറ്റവും വലിയ മുഖമുദ്ര. നിശബ്ദരായി പ്രവർത്തിക്കുക. 3 കാര്യങ്ങൾ പറയാം. വർഷങ്ങൾക്ക് മുമ്പേ 50 അര ദശാബ്ദ കാലത്തിലേറെയായി നിശബ്ദമായി വീടുകളിൽ പോയി പ്രാർത്ഥനാ നിർഭരമായ ഭക്ഷണം പാചകം ചെയ്ത പാതേയം, ആ പൊതിയെ കളക്ട് ചെയ്ത് ആരുമാരും അറിയാത്ത അവശരായ ആളുകൾക്ക് കൊണ്ട് അന്നം ഈശ്വരനായി പ്രദാനം ചെയ്യുന്ന ഒരു യജ്ഞം ഈ കേരളത്തിൽ ലോകത്തിലാദ്യം എന്ന് പറയുന്നില്ല, ലോകത്തിൽ നിശബ്ദമായി ചെയ്ത ഒരു മുന്നണി പടയാളികളുടെ ഒരു സൃഷ്ടിയാണ് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചത്. എത്രയോ വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പം ഒരുപാട് സാമൂഹിക, സോഷ്യൽ, രാഷ്ട്രീയ സംഘടനകൾ അത് ഏറ്റെടുത്തു. വളരെ നല്ല കാര്യം. നമ്മൾ വിപുലമായ കാര്യങ്ങൾ ഇപ്പം ലോകത്തിൽ, ഇവിടെ ധർമാശുപത്രി എന്നൊരു സംവിധാനം ട്രാവൻകൂറിനെ നമുക്കൊക്കെ അറിയാം. ധർമാശുപത്രി, ദാനം, അവിടെ പൈസ വാങ്ങുന്നില്ല. ലോകത്തിലെ എല്ലാ ആൾക്കാരും സ്റ്റേറ്റ് ഭരിക്കുന്ന രാജ്യത്തിലും എന്തിനേറെ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും ഉള്ള രാജ്യ ഭരണാധിപന്മാർ പോലും ക്യാഷ്ലെസ് കൗണ്ടറോടുകൂടി ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു ചികിത്സയുടെ ഒരു ആതുരാലയം, ഒരു ഹോസ്പിറ്റൽ ലോകത്ത് ഒരിടത്തും ആരും പണിതിട്ടില്ല. അത് പണിതിട്ടുള്ളത് ഭഗവാൻ സത്യസായി ബാബ മാത്രമാണ്. ഈശ്വരനാ സൃഷ്ടിക്കപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 2014 കണക്ക് പ്രകാരം ലക്ഷക്കണക്കിന് ശസ്ത്രക്രിയകൾ ഫ്രീ ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴത്തെ കണക്കെടുക്കുമ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റ വരുന്നതേ ഉള്ളൂ. ആലോചിച്ചു നോക്കാം. ഇതിൻ്റെ പണവും വിഭവവും എവിടെ നിന്ന് വരുന്നു? ഇത് ലോകത്ത് ആർക്കെങ്കിലും നടത്താൻ സാധിക്കുമോ?
അപ്പം ഏറ്റവും വലിയ ധനാഠ്യന്മാരുടെ ആസ്ഥാനങ്ങളിൽ പോലും ഇത് ഇതുവരെ മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് ഭഗവാൻ സത്യസായി ബാബയുടെ പ്രസക്തി. ഇനി മൂവനെ എങ്ങനെയായിരിക്കണം? ഭാവാധിഷ്ഠിതമായിരിക്കണം. ഞാൻ ചെയ്യുന്നു എന്നൊരു ബോധമില്ലാതെ, അപ്പൊ സേവനം ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും സ്വാമി നമുക്ക് നിഷ്കർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നീ നിന്റെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ അത്രയും ശ്രേഷ്ഠതയും, നീ നിന്റെ അംഗങ്ങൾ ഉടുക്കുന്ന വസ്ത്രങ്ങൾ, ധരിക്കുന്ന വസ്ത്രങ്ങളുടെ അത്രയും ശ്രേഷ്ഠതയും, നീ അതിനേക്കാൾ ഉപരിയോ നിന്റെ അതിഥികൾക്ക് സൽക്കരിക്കുന്ന രീതിയിൽ നീ ഈ ദാനധർമാദികൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും പാഴ്വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നില്ല. പുതിയ വസ്ത്രങ്ങൾ, മുന്തിയ വസ്ത്രങ്ങൾ വാങ്ങി, അത് ഏറ്റവും കോസ്റ്റ്ലി അല്ല, മീഡിയം കോസ്റ്റായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങി ദാനം ചെയ്യുന്നു. ഭവന നിർമ്മാണം ചെയ്തു കൊടുക്കുന്നു, ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വിഭവങ്ങൾ എവിടെ വന്നു ചേരുന്നു? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമിതിയിലെ ഭക്തന്മാരുടെ മനസ്സിൽ തോന്നി അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം സായി സമിതിയിൽ തരികയും അതനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് സത്യസായി പ്രസ്ഥാനങ്ങൾ നടത്തുന്ന മൗലികമായ സേവന പ്രവർത്തനങ്ങൾ വ്യതിരിക്തമാണ്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. അത് ഒന്ന് എല്ലാവർക്കും അറിയാം. ഈ വടുവത്ത് ക്ഷേത്രത്തിന് ചുറ്റും 35 വർഷങ്ങൾക്ക് 40 വർഷങ്ങൾക്ക് മുമ്പേ ഈ സായി പ്രസ്ഥാനത്തിൻ്റെ ആന്തോളനം ഇവിടെ ത്രസിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ തുടർച്ചയാണ് VNRI പ്രസിഡന്റ് സതീശൻ സാറ്. അധികമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ്, അതായത് 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരേ മനസ്സോടുകൂടി ഈ സർവീസ് ആക്ടിവിറ്റിയിൽ പങ്കുചേരാം. ഭഗവാൻ കൊണ്ടുവന്ന ആരോഗ്യരംഗത്ത് കൊണ്ടുവന്ന ആ ഒരു മാറ്റം നമുക്കും എല്ലായിടത്തും കൊണ്ടുവരാൻ പറ്റട്ടെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി എന്ന് പറഞ്ഞ് ജയ് സായിറാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആദരണീയനായ ഇതിൻ്റെ ഉദ്ഘാടകൻ ശ്രീ ഹരിഹരൻ നായർ സാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയ സുഹൃത്ത് തന്നെയാണ് ജയറാം, ശ്രീ വിനോദ് ബാബു, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഭഗവാൻ സായിബാബയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഇന്ന് ഈ VNRI പരിധിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ സായി സമിതി കാണിച്ച ഈ ആത്മാർത്ഥതയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. സായി സമിതി ഇവിടെ മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാർക്ക് ഗുണകരമായി മാത്രം നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങളാണ് സായി സമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുട്ടപുർത്തിയിലായാലും എല്ലാ സ്ഥലങ്ങളിലും ഇവിടെയും നമ്മുടെ പ്രാദേശികമായൊക്കെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഹരിഹരൻ സാറ് മുട്ടയ്ക്കാടും മുട്ടത്തറയിലും ഉദ്ഘാടനം ചെയ്തു പറഞ്ഞ് 2 മുട്ട ഉള്ളത് തന്നെയാണ്. മുട്ട വിരിയട്ടെ, കൂടുതൽ അസുഖങ്ങളില്ലാത്ത ഒരു ലോകം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ. അതിനുള്ള ഒരു അവസരം സായി സമിതി ഉണ്ടാക്കി തന്നതിൽ VNRI വളരെയധികം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സായി സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും VNRIയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകും എന്ന് സായി സമിതിക്ക് ഉറപ്പു നൽകുന്നു. ഈ ഉദ്യമം വൻ വിജയമാകട്ടെ, ആർക്കും അസുഖങ്ങളില്ലാതായി മാറട്ടെ, അസുഖങ്ങളില്ലാത്തൊരു ലോകം നമ്മുടെ സമൂഹത്തിലൊട്ട്. ജനകീയമായി വളരെയധികം നിസ്വാർത്ഥ സേവനം നടത്തുന്ന, ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം ജീവനെപ്പോലും പരിഗണിക്കാതെ സാമൂഹ്യ നന്മയ്ക്കായി, ജനനന്മയ്ക്കായി വർക്ക് ചെയ്യുന്ന ആശാ വർക്കർ ശ്രീമതി രജിതയെ ആദരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹരിഹരൻ സാർ അവരെ ക്ഷണിച്ചു. You are
ാണ് നമുക്ക് സ്വാമിയുടെ 100ാം ജന്മത്തോട് ചേർന്ന് നിന്നിട്ട് ഒരു പ്രോഗ്രാം ആൾക്കാർക്ക് ഒരു 100 പേർക്ക് നമുക്കൊരു ചികിത്സ ചെയ്യണം എന്നുള്ള തീരുമാനപ്രകാരമാണ് ഇത് ഇവിടെ തുടങ്ങിയത്. അതിനുവേണ്ടി ഉദ്ഘാടകനായിട്ട് നമ്മൾ എത്തിയ നമ്മളെ ഹരിഹരൻ സാറ് നമ്മുടെ സായി കുടുംബാംഗമാണ്. എൻ്റെ പേരിലും നമ്മുടെ ഫോർട്ട് സമിതിയുടെ പേരിലും നമ്മളെ ഈ PS നഗറിലെ ആൾക്കാരുടെ പേരിലും വന്ന എല്ലാവരുടെ പേരിലും ഞാൻ സാറിന് ആശംസകൾ അർപ്പിക്കുകയാണ്, കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ബാബു സാറും നമ്മളെ ഫോർട്ട് സമിതിയിലെ പഴയ കൺവീനറാണ്, ഇപ്പം ഡിസ്ട്രിക്ട് പ്രസിഡൻ്റാണ്. സാറും നമ്മുടെ PS നഗറിലെ പ്രോഗ്രാമിൽ വന്ന് ഇത്രയും ആൾക്കാരെ കണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ സാറിനും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ റെസിഡൻസി സെക്രട്ടറി പ്രസിഡന്റ് സതീശൻ ചേട്ടായി ജയറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ആർട്ടിസ്റ്റാണ്. ശരിക്കും നമ്മുടെ ഫോർട്ട് സമിതിയുടെ പേരിലും നമ്മുടെ PS നഗറിലെ എല്ലാ സാഹിത്യത്തിൻ്റെയും വന്ന എല്ലാവരുടെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വന്നിട്ട് ഈ നമ്മളെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊക്കെ ശരിക്കും എല്ലാ ക്യാമ്പിനും പോകുന്ന ആൾക്കാരാണ്. ഇവിടെ നിന്നുള്ളതല്ല, എല്ലാ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ശരിക്കും 2-3 സ്ഥലത്ത് മെഡിക്കൽ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിനെല്ലാം ചെയ്യുന്ന ഓരോ ആളുകൾ നമ്മുടെ അനിൽകുമാറിൻ്റെ ഭാര്യ, സനലേട്ടൻ്റെ ഭാര്യ, ഷാജി മോഹൻ്റെ ഭാര്യ, ഇങ്ങനെ പല ആൾക്കാരും കഴിഞ്ഞാൽ അവർക്ക് സ്വാമിയുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് ആ ഒരു സമയം കണ്ടെത്താനും അവർക്കത് ചെയ്യാനൊരു മനസ്സ്, ഇതൊക്കെ അറിഞ്ഞ ഒരു പ്രതിഫലം ഇല്ലാത്തൊരു വർക്കാണ്. പക്ഷെ ആ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അനുഭവിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അങ്ങനെയാണ് സ്വാമിയുടെ വർക്ക്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇവർക്കെല്ലാവർക്കും നമ്മൾ സ്പോർട്സ് സമിതിയുടെ പേരിൽ, എൻ്റെ പേരിലും PS നഗറിൻ്റെ പേരിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ട്. प्रेममयी साई मां, ज्ञानमयी साई मां, प्रेममयी साई मां, ज्ञानमयी साई मां, प्रेममयी साई मां,